നമസ്കാരം. നമസ്കാരം. ഇപ്പം FCRA വിവാദങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. നമ്മളെ വഖഫ് ബില്ല് വന്നു, അതേ കണക്ക് തന്നെ മതപരിവർത്തനത്തിൻ്റെ ബില്ല് പാസ്സാക്കി, അതേ കണക്ക് തന്നെ കുറേ പ്രശ്നങ്ങൾ ആ സമയത്തൊക്കെ ആയിട്ടുണ്ടെങ്കിലും അതിനേക്കാട്ടുള്ള വലിയൊരു പ്രശ്നമായിട്ട് ഇതിനെ തോന്നുന്നുണ്ടോ? എന്താണ് ഈ ഒരു വിവാദത്തിനുള്ള കടിഞ്ഞാനായിട്ട് തോന്നുന്നത്? എന്ത് കാര്യമാണ്? ആദ്യം അതിൽ പറഞ്ഞതുപോലെ ഈ വഖഫ് ബില്ലാണെങ്കിലും ഈ മതപരിവർത്തനം സംബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങൾ കൊണ്ടുവന്ന ബില്ലുകളാണെങ്കിലും അതിനു മുൻപുള്ള CAA ആണെങ്കിലും ഇതെല്ലാം സംബന്ധിച്ച് വലിയ വിവാദങ്ങളും വലിയ പ്രശ്നങ്ങളുമൊക്കെ രാജ്യത്തിൻ്റെ തെരുവോ വീഥികളിൽ തന്നെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, അതിനെല്ലാം ഗൗരവമുള്ള ഈ സംഭവങ്ങളെക്കാളെല്ലാം വളരെ ഗൗരവമേറിയ ഒരു ബില്ല് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ FCRA അമെൻമെൻറ്റ് ബില്ല്. അതിൻ്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് നിരവധി വീഡിയോകൾ RPയും മറ്റുള്ളവരും ഒക്കെ കൂടി തത്വമയി ന്യൂസിൽ പലപ്പോഴായി ചെയ്തിട്ടുണ്ട്. പല വീഡിയോകളായി അതിൻ്റെ വിവിധ സംഘടനകൾ എന്തുകൊണ്ട് ഇതിനെ എതിർക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച് വളരെ വിശദമായി തന്നെയുള്ള ചർച്ചകൾ തത്വമയി ന്യൂസിലുണ്ട്. എന്നാലും അതിൻ്റെ ഒരു മേലോട്ടത്തിലുള്ള ചില കാര്യങ്ങൾ പറയും. ഈ FCRA ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്നുള്ളത് 2010 വന്നതാണ്. അന്നത്തെ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന ഒരു നിയമമാണ്. അപ്പോൾ ഈ നിയമത്തിൻ്റെ ഒരു പരിഷ്കരണമാണ്, ഇപ്പോൾ അമെൻമെൻ്റാണ് ഇപ്പോൾ നടത്തുവാനായിട്ട് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ വഖഫ് ബോർഡിനെ സംബന്ധിച്ചുള്ള നിയമമാണെങ്കിലും ഈ മതപരിവർത്തനം സംബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങൾ കൊണ്ടുവന്ന നിയമങ്ങളാണെങ്കിലും CAA ആണെങ്കിലും ഇതിനേക്കാളൊക്കെ ഗൗരവമേറിയ ഒരു പ്രശ്നമായി FCRA ഇപ്പോൾ ഉയർന്നു വരുന്നത്. തെരുവ് വീഥികളിലൊന്നും പ്രതിഷേധങ്ങളോ ഒന്നും നടക്കുന്നില്ല, പക്ഷേ ഈ വിഷയത്തിൻ്റെ ഗൗരവം മറ്റ് നിയമങ്ങളെക്കാളും ഒക്കെ വളരെ ഏറെയാണ്. കാരണം ഇത് നേരിട്ട് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ വഖഫ് ബില്ലാകട്ടെ CAA ആകട്ടെ മതപരിവർത്തനം സംബന്ധിച്ചുള്ള നിയമങ്ങളാകട്ടെ, ഇതൊന്നും ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയോ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നേരിട്ട് തന്നെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്നുള്ള ഒരു നിയമം, അതിൻ്റെ ഒരു പരിഷ്കരണം അല്ലെങ്കിൽ ഒരു പുനരാവിഷ്കരണം അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകൾ, അതിലുള്ള അമെൻമെൻറ്റുകൾ രാജ്യസുരക്ഷയെ ബാധിക്കുന്നൊരു കാര്യമാണ്. അതിൻ്റെ പ്രധാന കാരണം ആ പേരിൽ തന്നെയുണ്ട്, ഫോറിൻ കോൺട്രിബ്യൂഷൻ. അതായത് രാജ്യത്തുള്ള ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ആവട്ടെ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളാകട്ടെ, ആശുപത്രികളാകട്ടെ, അത്തരത്തിലുള്ള NGOകളുടെ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ്, ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ലാത്ത സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും വിദേശ രാജ്യങ്ങളിൽ നിന്ന് സഹായങ്ങൾ, കോൺട്രിബ്യൂഷൻസും ഒക്കെ സ്വീകരിക്കാനുള്ള ഒരു വ്യവസ്ഥ ഭാരതത്തിൻ്റെ നിയമം നൽകുന്നുണ്ട്. ആ ഒരു സംഭാവനകൾ സ്വീകരിക്കുന്നതിലുള്ള ചില ഏറ്റക്കുറച്ചിലുകളുണ്ട്. അതിൽ ഇത്ര കണക്ക് ബോധിപ്പിച്ചാൽ മതി, 50% ആ സംഭാവനയുടെ കണക്ക് കൃത്യമായി ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള വളരെ സങ്കീർണമായിട്ടുള്ള നൂലാമാലകൾ ആ നിയമത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കത്തില്ല. ഞാനിതിൻ്റെ മേലോട്ടമായി ഇപ്പോൾ ഈ വിവാദങ്ങളുടെ ഒരു പശ്ചാത്തലമാണ് പറയുന്നത്. അത്തരത്തിലുള്ള നിരവധി നിയമങ്ങൾ അല്ലെങ്കിൽ നിയമത്തിലെ പഴുതുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ആ പഴുതുകളെല്ലാം അടച്ച് ഈ നിയമത്തെ കുറച്ചുകൂടി സുശക്തമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ അമെൻമെൻറ്റ് കൊണ്ടുവരുവാനായിട്ട് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് ഈ പഴുതുകൾ അടയ്ക്കണമെന്ന് ചോദിച്ചാൽ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ രാജ്യസുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉയർന്നു വരുന്നത്. കാരണം ഒരു വിദേശ സംഘടനയോ ഒരു വിദേശ വ്യക്തിയോ അല്ലെങ്കിൽ വിദേശ പൗരനോ ഭാരതത്തിലുള്ള ഏതെങ്കിലും ഒരു സന്നദ്ധ സംഘടനയ്ക്കോ NGOയ്ക്കോ ഒരു മതസ്ഥാപനത്തിനോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഭാവന നൽകുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ രണ്ടിലൊന്ന് കാര്യങ്ങളെ ഉണ്ടാകുകയുള്ളൂ. ഏതെങ്കിലും ഒരു കാര്യമുണ്ടാകും. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം വളരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അത്രയധികം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. പക്ഷേ അത്തരത്തിലുള്ളൊരു വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായി ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ അദ്ദേഹത്തിന് അറിയാവുന്ന ആൾക്കാരെ അല്ലെങ്കിൽ അദ്ദേഹം പെരുമാറുന്നൊരു സമൂഹത്തെ സംരക്ഷിക്കുവാനുള്ള സംഭാവനകൾ അദ്ദേഹത്തിന് പരിചിതമായിട്ടുള്ള, അദ്ദേഹത്തിന് നേരിട്ട് കാണാവുന്ന NGOകൾക്ക് നൽകുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിലുള്ള സംഭാവനകളിലൂടെ ആ രാജ്യത്തിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയെ തന്നെ, അത് രാഷ്ട്രീയമായിക്കോട്ടെ സാമൂഹികമായിക്കോട്ടെ, ആ ഒരു ആവാസ വ്യവസ്ഥയെ നിയന്ത്രിക്കുവാനോ അല്ലെങ്കിൽ അതിൻ്റെ മേലെ ഏതെങ്കിലും ഒരു സ്വാധീനം ചെലുത്തുവാനോ ഉള്ള ഉദ്ദേശത്തോടു കൂടി നൽകുന്ന സംഭാവനകളായിരിക്കാം. ഇത്തരത്തിലുള്ള സംഭാവനകൾ നിരവധി NGOകളിലൂടെ ഏതാണ്ട് 3000-ഓളം NGOകളെ പല കാലങ്ങളിലായി
കേന്ദ്ര സർക്കാർ നിരോധിക്കുകയും അവരുടെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. പല കാലങ്ങളെന്ന് പറഞ്ഞാൽ 3000-ലധികം ഉണ്ട്. 15,000 20,000 ഉണ്ട് അതിൻ്റെ എണ്ണം. 2014 എടുത്തു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് കഴിഞ്ഞ ഒരു 8-9 മാസങ്ങളുടെ ഇടയിലുള്ള കണക്കാണ് ഈ 3000 എന്നുള്ളത്. ഇത്തരത്തിലുള്ള ഈ സംഭാവനകൾ ദുരുപയോഗം ചെയ്ത് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരെയും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കെതിരെയും പ്രവർത്തിക്കുന്ന നിരവധി NGOകളുടെ ലൈസൻസുകൾ കേന്ദ്ര സർക്കാർ റദ്ദ് ചെയ്തിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ FCRA നിയമത്തിൻ്റെ ഒരു പഴുതുകളിലൂടെ ഇത്തരം സംഭാവനകൾ തുടർന്ന് സ്വീകരിക്കുവാനും അതിൻ്റെ കണക്കുകൾ യാതൊരു തരത്തിലും പൊതുമണ്ഡലത്തിലോ എന്തിന് സർക്കാരിൻ്റെ മുൻപിൽ പോലോ നിയമ സംവിധാനങ്ങളുടെ മുൻപിൽ പോലോ അവതരിപ്പിക്കാതെ മറച്ചുവെച്ച് അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, ഗൂഢലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാനുള്ളൊരു സൗകര്യം ഈ നിയമത്തിൽ നിരവധി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പഴുതുകളുണ്ടായിരുന്നു. ആ പഴുതുകൾ അടയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ അമെൻമെൻറ്റ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുവാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ പഴുതുകൾ അടച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സംഭാവനകളുടെ ഒരു ദുരുപയോഗം നിലയ്ക്കുകയും, ദുരുപയോഗം എന്ന് പറയുന്നത് ഞാൻ രാജ്യസുരക്ഷയ്ക്കെതിരെയുള്ള ദുരുപയോഗം മുതൽ ഈ ഫണ്ട് വകമാറ്റി സ്വന്തം സുഖസൗകര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഏറ്റവും സ്വാർത്ഥമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ലക്ഷ്യം മുതലുള്ള കാര്യങ്ങളാണ് ഈ ദുരുപയോഗത്തിൽ ഞാൻ ഉൾക്കൊള്ളുന്നത്. ഇതൊരു വിശാലമായിട്ടുള്ളൊരു കുടയായിട്ട് കാണണം. അതിൻ്റെ കുടക്കീഴിൽ എല്ലാം വരും. ഈ രാജ്യവിരുദ്ധ പ്രവർത്തനം മുതൽ സ്വന്തമായിട്ടുള്ള ദുരുപയോഗം വരെ, വ്യക്തിപരമായ ദുരുപയോഗം വരെ എല്ലാം വരും. ഈ ദുരുപയോഗങ്ങൾ തടയപ്പെടുന്നു എന്നുള്ളതാണ് ഇത്രയും കാലം ഈ സുഖസൗകര്യങ്ങളും ഈ പ്രവർത്തനങ്ങളും മുന്നോട്ട് സുഗമമായി കൊണ്ടുപോയിരുന്ന ആളുകളെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ ഒരു റൈറ്റ് വിങ് പൊളിറ്റീഷ്യൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കള്ളത്തരം കാണിക്കുന്നവരെ അസ്വസ്ഥരാക്കുന്നതും അവർക്ക് ദൗർഭാഗ്യവശാൽ ഒരു മതത്തിൻ്റെ പിന്തുണ വരികയും, പല മതങ്ങളുടെ പിന്തുണയുണ്ട്, ഒരു മതം മാത്രമല്ല, സെമറ്റിക് മതങ്ങൾ പ്രത്യേകിച്ചും അവരുടെ മതങ്ങളുടെ പിന്തുണ ഉണ്ടാവുകയും അതിൻ്റെ മേലധ്യക്ഷന്മാർ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയും സുഗമമായി ചെയ്തുകൊണ്ടിരിക്കുകയും അത് തടയപ്പെടുമെന്നുള്ള ഭയത്തിൽ മുന്നോട്ട് വരികയും ചെയ്യുന്നതാണ് ഇപ്പോഴുള്ള ഈ വലിയ വിവാദങ്ങൾക്ക് കാരണം. ഇപ്പോൾ ഈ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയാണ് ഈ ബില്ല് പാസ്സാക്കിയതെന്നൊക്കെ ഉള്ള ഒരു രീതിയിലാണ് ക്രിസ്ത്യൻ സഭകളൊക്കെ പറയുന്നത്. അതിനെക്കുറിച്ചിട്ട് എങ്ങനെയാണ് പറയുന്നത്? എന്താ തോന്നുന്നത്? ക്രിസ്ത്യൻ സഭകളെ പരാമർശിച്ചത് വളരെ നന്നായി. കാരണം ഈ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താനാണ് ഇത്തരത്തിലുള്ള ബില്ലുകൾ കൊണ്ടുവരുന്നത് എന്നുള്ളൊരു പ്രസ്താവന കഴിഞ്ഞ കുറേ കാലമായി നാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. CAA വന്നപ്പോഴും നാം അത് കേട്ടു, വഖഫ് ബില്ല് വന്നപ്പോഴും നാം അത് കേട്ടു, മതപരിവർത്തനത്തിനെതിരെയുള്ള നിയമങ്ങൾ വിവിധ സംസ്ഥാനങ്ങൾ കൊണ്ടുവന്നപ്പോഴും നാം അത് കേട്ടു. ഇതൊരു ഇരവാദമാണ് എന്നുള്ളതിനപ്പുറം യാതൊരു വസ്തുതയും ഇതിൽ നിലനിൽക്കുന്നില്ല. ആലോചിച്ച് നോക്കൂ, ഒരു വിദേശ സംഘടനയോ വിദേശ വ്യക്തിയോ നമ്മുടെ രാജ്യത്തെ ഒരു സംഘടനയ്ക്കോ ഒരു സഭയ്ക്കോ നൽകുന്ന സംഭാവനയുടെ കൃത്യമായ കണക്ക് രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ മുന്നിൽ വയ്ക്കണം എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് ഏതെങ്കിലും ഒരു പൗരനെ, ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നുള്ളതെല്ലാം വിട്ടേക്കൂ, ഏത് തരത്തിലാണ് ഒരു ഭാരതീയ പൗരനെ നകാരാത്മകമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്? ഒരു തരത്തിലും ഇത്തരമൊരു നിയമം ബാധിക്കുന്നില്ല. കാരണം കൃത്യമായിട്ടുള്ള കണക്ക് ബോധിപ്പിച്ച് ഇൻകം ടാക്സ് നൽകുക എന്നുള്ളത് ഒരു പൗരൻ്റെ വ്യക്തിഗതമായ കടമയാണ്. ആ വ്യക്തിപരമായിട്ടുള്ള ഒരു കടമ പൗരൻ എത്തരത്തിൽ നിലനിൽക്കുന്നു അത്തരത്തിൽ തന്നെ സംഘടനകൾക്കും ഒരു സ്ഥാപനങ്ങൾക്കും വിവിധ തട്ടുകളിലായി ഈ നികുതി പണം നാടിൻ്റെ നന്മയ്ക്കായി തിരിച്ചടയ്ക്കുക എന്നുള്ള, അല്ലെങ്കിൽ സർക്കാരിലേക്ക് നൽകുക എന്നുള്ളൊരു വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു ബാധ്യതയും കടമയും നിലനിൽക്കുന്നുണ്ട്. ഈ കടമ നിലനിൽക്കുമ്പോൾ ഈ കടമ ചെയ്യുവാൻ, സത്യസന്ധമായി ചെയ്യുവാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. അങ്ങനെ ചെയ്യുവാൻ ഞങ്ങളെ നിർബന്ധിക്കുന്ന ബില്ലെന്തെങ്കിലും അല്ലെങ്കിൽ നിയമം എന്തെങ്കിലും കൊണ്ടുവന്നാൽ അത് ഞങ്ങൾ ഉടനെ ന്യൂനപക്ഷത്തിൻ്റെ തലയിലേക്ക് വയ്ക്കും. കാരണം ഞാൻ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നത് ആ സമുദായത്തിൻ്റെ പേരിലാണ്. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇരവാദം ഉന്നയിക്കുന്നത് ഏത് ബിഷപ്പോ പാതിരിയോ അല്ലെങ്കിൽ നാളെ മാർപ്പാപ്പ തന്നെ ഇത്തരത്തിലുള്ളൊരു വാദം ഉന്നയിച്ചാലും അടിസ്ഥാനപരമായിട്ട് അവർ ഏത് സമൂഹത്തെയാണോ പ്രതിനിധീകരിക്കുന്നു എന്നവർ പറയുന്നത് ആ സമൂഹത്തെ വഞ്ചിക്കുക മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഇതിൽ യാതൊരു ന്യൂനപക്ഷ പീഡനവുമില്ല. അടിസ്ഥാനപരമായിട്ട് സ്വന്തം സുഖസൗകര്യങ്ങളും അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതിലും ഗുരുതരമായിട്ടുള്ള ഗൗരവതരമായിട്ടുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള പണത്തിൻ്റെ പിൻബലത്തിൽ നടത്തിക്കൊണ്ടിരുന്നത് തടയപ്പെടുമെന്നുള്ള ഭയത്തിൽ ഉരുവാകുന്ന ഒരു വാദം മാത്രം, മുട്ടാപ്പോക്ക് ന്യായം മാത്രമാണിത്. അതായത് ഇവർക്ക് മറച്ചു വെക്കാൻ എന്തെങ്കിലും ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനൊരു സർക്കാർ കറക്റ്റായിട്ടുള്ള കണക്കുകൾ അറിയുന്നതുകൊണ്ട് പ്രശ്നമില്ല, മറച്ചു വെക്കാൻ എന്തെങ്കിലും ആയതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയമുണ്ടാകേണ്ട കാര്യമുള്ളൂ എന്നുള്ളത് പോലെ ഇവരുടെ മടിയിൽ മാത്രമല്ല അടിമുടി ഘനമുണ്ട് എന്നാണ് ഇവരുടെ ഈ പ്രസ്താവനകളും ഈ ഒരു വെപ്രാളവും ബോധ്യപ്പെടുത്തുന്നത്. അതിനപ്പുറത്തേക്ക് ഇതൊന്നുമില്ല. കാരണം ഒരു സാധാരണ ക്രിസ്ത്യൻ സഭകളുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ പറയുന്നത്. ഈ
വെപ്രാളപ്പെടുന്ന NGO-കളും മതസ്ഥാപനങ്ങളും ക്രിസ്ത്യാനികളുടെ മാത്രമല്ല, മുസ്ലിങ്ങളുടെ ഉണ്ട്, എന്തിന് ഹിന്ദുക്കളുടെ പോലും സ്ഥാപനങ്ങൾക്ക് ഈ വെപ്രാളം ബാധിക്കപ്പെട്ടിട്ടുണ്ട്. പലരും നേരായ മാർഗത്തിലൂടെ അല്ലാതെ കാര്യങ്ങൾ ചെയ്യുന്ന ഹിന്ദു മതത്തിൻ്റെ പേരിൽ നടത്തപ്പെടുന്ന ചില സ്ഥാപനങ്ങളിൽ പോലും ഈ വെപ്രാളം കാണുവാൻ നമുക്ക് സാധിക്കും. പക്ഷെ പ്രത്യക്ഷമായി ഇപ്പോൾ വളരെയധികം ആദിയോടുകൂടിയും വെപ്രാളത്തോടെയും കൈകാലിട്ടടിച്ച് നാളെ എൻ്റെ വൈനിൻ്റെ കാശ് പോലും കിട്ടാതാകുമെന്ന അവസ്ഥ വരുമല്ലോ എന്നുള്ളത്, അല്ലെങ്കിൽ എനിക്ക് വില കൂടിയ റെമി മാർട്ടിന് അടിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വെപ്രാളം, അത് പുറത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ മറ്റ് തരത്തിലേക്ക് വഴിതിരിച്ചു വിട്ട് ഇരവാദ പറക്കുന്ന തരത്തിൽ പുറത്ത് വന്നിട്ടുള്ളത് ക്രിസ്ത്യൻ സഭയുടെ വൈദികന്മാരായതുകൊണ്ട് മാത്രം അവരെ വിരൽ ചൂണ്ടുന്നു എന്ന് മാത്രം. ഇതൊരു തട്ടിപ്പ് ന്യായം തന്നെയാണ്. നേരായ മാർഗത്തിലൂടെ കാര്യങ്ങൾ ചെയ്യാത്ത ആളുകൾക്ക് മറച്ചു വയ്ക്കുവാൻ പലതുമുള്ളവർക്ക് ഉണ്ടാകുന്നൊരു വെപ്രാളം മാത്രമാണിത്. പക്ഷേ ക്രിസ്ത്യൻ സഭകൾ, നമുക്ക് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അത് കണക്ക് ആശുപത്രികൾ നിറച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒക്കെ ചെയ്യുന്നില്ലേ? അപ്പം അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ നല്ലൊരു ചോദ്യം, വളരെ കുഴപ്പം പിടിച്ചൊരു ചോദ്യമാണിത്. കാരണം അതിൻ്റെ ഉത്തരം കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ അവർ കാലാകാലങ്ങളായി മനസ്സിൽ ഉൾക്കൊണ്ടിരുന്ന ഒരു മനോഭാവത്തെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഒരു തരത്തിലുള്ള ഉത്തരമാകാം. എന്നാലും പറയാം, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, 3 വിവിധ വിഭാഗത്തിൽപ്പെട്ട പ്രവർത്തികളാണ് അതുല്യ ചൂണ്ടിക്കാണിച്ചത്. അതിലാദ്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യമെടുക്കാം. സത്യമായിട്ടുള്ള കാര്യമാണ്, കേരളത്തിൽ പൊതുവെ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സഭകൾ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം പ്രശംസനീയമായ നിലയിൽ തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതുമാണ്. വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹൈസ്കൂളല്ല, കൊച്ചു ക്ലാസ്സുകൾ മുതൽ കോളേജിൽ ഏറ്റവും ചുരുക്കിയത് ഡിഗ്രി വരെയെങ്കിലും, ഡിഗ്രിക്ക് ശേഷം ഞാൻ വിട്ടു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളുടെ സ്കൂളുകളിലും കോളേജുകളിലും തന്നെയാണ് ഞാൻ പഠിച്ചിറങ്ങിയത്. പക്ഷേ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇതെല്ലാം ഇവർ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഫീസ് വാങ്ങിയിട്ടാണ്. എയ്ഡഡ് സ്കൂളായിട്ട് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ പണം പറ്റിയിട്ടാണ് ഇവർ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത്. അങ്ങനെ നടത്തുവാനുള്ള ഒരു അനുവാദം അവർക്ക് നിയമം നൽകുന്നുണ്ട്. അതിന് ഈ ഫോറിൻ ഫണ്ടുകളുടെ ആവശ്യമില്ല എന്നുള്ളത് FCRA സംബന്ധിച്ച് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടൊരു കാര്യം. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവരെന്തിന് ആദ്യകാലങ്ങളിൽ തുടങ്ങി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രിട്ടീഷ് കൊളോണിയൽ വ്യവസ്ഥയുടെ കീഴിൽ ഭാരതീയരെ ബ്രിട്ടീഷ് ഭരണവ്യവസ്ഥയ്ക്ക് ക്ലർക്കുകളെ ആവശ്യത്തിന് ക്ലർക്കന്മാരെ സൃഷ്ടിക്കുവാനുള്ള ഒരു വിദ്യാഭ്യാസ വ്യവസ്ഥ ഭാരതത്തിൽ സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ക്രിസ്ത്യൻ മിഷണറിമാർ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയത്. അതിന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി വലിയ ബന്ധമൊന്നുമില്ല. ഇത്തരത്തിൽ ഫീസ് വാങ്ങിയും സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി എയ്ഡഡ് സ്കൂളുകൾ നടത്തിയും ഒക്കെ ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതിലൊരു കച്ചവട മനോഭാവം ഈ സഭകൾക്കുണ്ട് എന്നുള്ള കാര്യത്തിലൊരു സംശയം വേണ്ട. എന്നാൽ വിദ്യാഭ്യാസം ഇപ്പോൾ നിലനിൽക്കുന്ന വ്യവസ്ഥയിൽ ഒരു നല്ല രീതിയിൽ അധ്യാപനം നടത്തുവാനുള്ള സംവിധാനങ്ങൾ അവരൊരുക്കുന്നുണ്ട്, സത്യം തന്നെയാണ്. പക്ഷേ അതിന് യാതൊരു തരത്തിലുള്ള വിദേശ സംഭാവനകളുടെയും ആവശ്യമില്ല. അങ്ങനെ വരുന്ന സംഭാവനകൾ എന്തെങ്കിലും അതിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായ കണക്കുകൾ സർക്കാരിന് മുൻപിൽ ഒരു ഇൻകം ടാക്സ് വിഭാഗത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്നതിൽ നിന്ന് യാതൊരു ആശങ്കയും പെടേണ്ട കാര്യം അവർക്കില്ല. പ്രൊവൈഡഡ് അവർ ഇതിൽ കള്ളത്തരങ്ങളൊന്നും കാണിക്കുന്നില്ല, ഇതിൻ്റെ പിന്നിൽ അവർക്ക് ഗൂഢലക്ഷ്യങ്ങളൊന്നുമില്ലെങ്കിൽ. ഇനി ആശുപത്രികളുടെ കാര്യത്തിലേക്ക് വരാം. കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ എന്ത് കാര്യമാണോ ഞാൻ പറഞ്ഞത്, കച്ചവടം എത്തരത്തിലാണോ ബാധകമാകുന്നത്, അതിലുമുപരി കച്ചവടം ആശുപത്രിയുടെ കാര്യത്തിൽ ബാധകമാകുന്നുണ്ട്. ബോബനും മോളിയും എന്നുള്ളൊരു കോമിക്സ് ഉണ്ട്, അത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൽ ടോംസ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, കർത്താവ് 2ാം വരവ് വരാത്തത് ഇവരെ പേടിച്ചിട്ടാണ്. കാരണം അദ്ദേഹം 2ാം വരവ് വന്നിരുന്നെങ്കിൽ ഇവർ അദ്ദേഹത്തെ പിടിച്ചൊരു മുറിയിലിരുത്തിയിട്ട് തൊട്ട് സുഖപ്പെടുത്തുന്ന ഒരു വിഭാഗം കൂടി ഇവിടെ തുടങ്ങി അതിൻ്റെ പേരിലും കൂടി കാശ് വാങ്ങിയതിനെയാണ് ടോംസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ടോംസ് വിമർശിച്ചതാണ്, ഞാനല്ല പറയുന്നത്. പഴയ ബോബനും മോളിയിലും ടോംസ് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് കർത്താവ് 2ാം വരവ് വരാത്തത് എന്ന് പറഞ്ഞിട്ട്. അത്തരത്തിൽ കച്ചവട ലക്ഷ്യത്തോടു കൂടി മാത്രം കൊണ്ടുപോകുന്ന ആശുപത്രികളാണ്. അവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കുന്നുണ്ടാവാം. പക്ഷേ ഒരു താരതമ്യം ഞാൻ പറഞ്ഞുതരാം. ഏതെങ്കിലും ഒരു റാൻഡമായിട്ട് ക്രിസ്ത്യൻ സഭകൾ നടത്തുന്ന, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാർ സഭകളുടെ കീഴിൽ നടത്തുന്ന ആശുപത്രികളുടെ കാര്യമെടുക്കുക. അവിടെ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മാതാ അമൃതാനന്ദമയുടെ ആശുപത്രികളിൽ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക. വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ അമൃത ഹോസ്പിറ്റലിൻ്റെ പരസ്യം നൽകുന്നതല്ല, ഒരു താരതമ്യത്തിന് വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇനി ജീവകാരുണ്യ പ്രവർത്തനം, യഥാർത്ഥ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു
കാര്യം നമ്മൾ ക്രിസ്ത്യൻ സഭകളുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മദർ തെരേസയുടെ മുഖമാണ്. പക്ഷേ മദർ തെരേസയെ സംബന്ധിച്ച് തന്നെ അടിസ്ഥാനപരമായിട്ട് ഒരുപാട് വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ പറയുന്നില്ല. മദർ തെരേസ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ടല്ല ഭാരതത്തിലേക്ക് വന്നത്, ക്രിസ്ത്യൻ മതപരിവർത്തനത്തിനായിട്ടാണ് ഭാരതത്തിലേക്ക് വന്നതെന്ന് മദർ തെരേസ പറയുന്ന വീഡിയോകൾ ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ ലഭ്യമാണ്. പഴയ കാലത്ത് അതൊന്നും പൊതുജനങ്ങൾക്ക് അറിയുവാനുള്ള ഒരു സാഹചര്യമോ അല്ലെങ്കിൽ അതിനുള്ള മാധ്യമങ്ങളോ ഇല്ലായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, സാഹചര്യങ്ങൾ എല്ലാം മാറി. പക്ഷേ മദർ തെരേസ ഞാനൊരു ജീവകാരുണ്യ പ്രവർത്തകയല്ല, ക്രിസ്ത്യൻ മതപരിവർത്തകയാണെന്ന് അവർ പറഞ്ഞിട്ട് പോലും ഭാരതീയ സർക്കാർ അങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞ് പിടിച്ച് ഭാരതരത്നം വരെ കയ്യിൽ കൊടുത്ത് ലോകത്തിൻ്റെ മുമ്പിൽ ഒരു ഐക്കണായിട്ട് മദർ തെരേസയെ പ്രതിഷ്ഠിച്ചു. സത്യസന്ധമായിട്ട് പറയുകയാണ്, അതിൽ ആർക്കും വിഷമം തോന്നിയിട്ട് കാര്യമൊന്നുമില്ല. മദർ തെരേസ എന്ന് പറയുന്നത് ഭാരത സർക്കാർ അവരെ ഒരു പരിധിക്ക് മുകളിൽ ഒരു തട്ടിലേക്ക് ഉയർത്തി വെച്ച്, ഒരു വേദിയിലേക്ക് ഉയർത്തി വെച്ച്, ഒരു പ്ലാറ്റ്ഫോമിലേക്ക്, ഒരു പെഡസ്റ്റലിലേക്ക് കൊണ്ടുവയ്ക്കുന്നത് വരെ ലോകത്തെ സംബന്ധിച്ച് മദർ തെരേസ ആരുമായിരുന്നില്ല. ഇനി മദർ തെരേസ ചെയ്തിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളെന്ന് പറയുന്ന പ്രവൃത്തികളെക്കുറിച്ച് കുറച്ചുകൂടി കൂലങ്കുഷമായിട്ടൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കാരുണ്യം എന്നുള്ളൊരു വാക്കേ അവിടെ ഉപയോഗിക്കുവാൻ സാധിക്കില്ല. കാരണം വേദന അനുഭവിക്കുന്ന രോഗികളോട് ഒരു പെയിൻ കില്ലർ, ഒരു ആസ്പിരിനോ ക്രോസിനോ പാരസെറ്റമോളോ പോലും നൽകാതെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കൂ, ഈ പീഡനം നിനക്ക് നൽകുന്ന സമ്മാനമാണ് എന്നുള്ള കാരുണ്യ പ്രവർത്തനമാണ് മദർ തെരേസ എന്നുള്ള വ്യക്തി ചെയ്യുന്നത്. ഞാനവരെ വ്യക്തിപരമായിട്ടുള്ള സംഭാഷണങ്ങളിൽ മദർ തെരേസ എന്ന് പോലും വിളിക്കാറില്ല, ആഗ്നസ് എന്നുള്ള പേരേ വിളിക്കാറുള്ളൂ. പക്ഷേ ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ അത്തരത്തിലുള്ളൊരു പേരാണ് പൊതുജനങ്ങൾക്ക് പരിചിതമെന്നുള്ളത് കൊണ്ട് മാത്രം അങ്ങനെ വിളിക്കുന്നു. മദർ തെരേസയും ജീവകാരുണ്യ പ്രവർത്തനവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. ഇനി മദർ തെരേസയിൽ നിന്ന് മറ്റ് സഭാ മേലധ്യക്ഷന്മാരിലേക്കോ അല്ലെങ്കിൽ സഭയുടെ ജീവകാരുണ്യ പ്രവർത്തകരിലേക്കോ, ജീവകാരുണ്യ പ്രവർത്തകർ ഞാൻ ഡബിൾ കോട്ട്സിലാണ് പറയുന്നത്, വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം മതപരിവർത്തനമല്ലാതെ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഫണ്ട് ഉപയോഗിച്ചുള്ള മതപരിവർത്തനം, അരിയും പാൽപ്പൊടിയും നൽകി മതപരിവർത്തനം നടത്തുക എന്ന് ഇതിൻ്റെ വിമർശകർ പരിഹാസ രൂപത്തിൽ പറയുന്ന മതപരിവർത്തനം നടത്തുവാനുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞു വരുമെന്നുള്ളൊരു പരിഭ്രാന്തി FCRA ബില്ലിനെ എതിർക്കുന്നവരിൽ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്, ഒരു സംശയവും വേണ്ട. അപ്പോൾ അവസാനമായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, അതായത് ഈ ക്രിസ്ത്യൻ സമൂഹം എങ്ങനെയായിരിക്കും ഇതിനെയൊന്ന് വിലയിരുത്തുന്നത്, എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്, എന്താ തോന്നുന്നത്? രണ്ട് തരത്തിൽ ഇതിനെ വിലയിരുത്താം. ഒന്ന്, ഈ സഭയുടെ ആശയങ്ങൾ മാത്രം ഉൾക്കൊണ്ട് മറ്റ് വിഭാഗക്കാരെ കാണുന്നൊരു വിഭാഗം ക്രിസ്ത്യൻ സമൂഹത്തിൽ ഇപ്പോഴുമുണ്ട്. അവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. എന്നാൽ പോലും ആ വിഭാഗം ഇതിനെ എതിർക്കുന്ന മതമേലധ്യക്ഷന്മാരുടെ ഒപ്പം തന്നെ നിൽക്കും. പക്ഷേ ഈ പച്ചയായിട്ട് പറയുകയാണ്, ബുദ്ധിയും വിവരമുള്ള നസ്രാണികൾ എന്തായാലും അവർക്ക് സത്യം തിരിച്ചറിയും. അച്ഛന് വൈനടിക്കാനുള്ള കാശ് ഇത്തരത്തിൽ ഭാരത സർക്കാരിനെ പൊട്ടിച്ചല്ല വാങ്ങേണ്ടത് എന്നവർ കൃത്യമായി പറയുകയും ചെയ്യും. ഒരു പ്രതാപേന്ദ്രൻ ലൈനിൽ പഴയ എന്നുള്ളതാണ് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇതിനോട് അനുബന്ധിച്ച് ഉണ്ടാകാവുന്ന ഒരു ഭാഗത്തു നിന്നുള്ള പ്രതികരണം. മറുഭാഗത്ത് കുറച്ചധികം പേർ തന്നെ ഈ മതമേലധ്യക്ഷന്മാരുടെ പിന്നിലുണ്ടാകും. അതിലൊരു രാഷ്ട്രീയ സമവാക്യം ഉണ്ടാകുമെന്നുള്ള ഒരു നേട്ടം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബാർഗെയിനിങ് പവർ, ഒരു വിലപേശലിനുള്ള ഒരു ശക്തി തങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ള ധാരണയിലും തിരിച്ചറിവിലുമാണ് ഈ മതമേലധ്യക്ഷന്മാർ മുന്നിട്ട് വന്ന് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്യില്ല കേട്ടോ. ഒരു കാര്യം പറയേണ്ടത്, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞുവെങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ട് കേന്ദ്ര സർക്കാരിനോട് വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അപേക്ഷ, ഇത്തരത്തിലുള്ള വോട്ടുകൾ വേണ്ട. കാരണം ഇത് അടിസ്ഥാനപരമായിട്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് അവകാശം തരണം. ആ അവകാശം നിഷേധിച്ചാൽ ഞങ്ങൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കി ഞങ്ങളുടെ ഈ വോട്ട് ബാങ്ക് കാണിച്ച് നിങ്ങളെ ഭീഷണിപ്പെടുത്തുമെന്നുള്ളൊരു പ്രകടനമാണ് ഇവർ ഈ മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്തുന്നത്. ആ പ്രകടനങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ട യാതൊരു ബാധ്യതയുമില്ല. ഇന്നലെ ഷോൺ ജോർജും PC ജോർജും തന്നെ ആ തരത്തിലുള്ള സന്ദേശം പൊതുമണ്ഡലത്തിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വഴങ്ങിക്കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ക്രിസ്ത്യൻ സമൂഹത്തിൽ ഒരുപാട് പേർക്ക് ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ, കാരണം ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിൽ നല്ലൊരു വിഭാഗം ദേശീയവാദികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രാവിലെ RSSൻ്റെ ശാഖയിൽ പോയി ഭഗവദ്ധ്വജം ഉയർത്തി ഗണഗീതം പാടുമെന്നല്ല ഞാൻ പറയുന്നത്. ഭാരതം എന്നത് അവരുടെ ഉള്ളിലൊരു വികാരമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മധ്യ തിരുവിതാംകൂറിൽ പല വീടുകളിൽ നിന്നും പലരും യൂറോപ്പിലേക്ക് ചേക്കേറിയിട്ടും എൻ്റെ നാട് വിട്ട് ഞാൻ പോകുന്നില്ല എന്ന്
വാശി പിടിച്ച് ഇവിടെ കൃഷിയും ചെയ്ത് ഒരേക്കറിലാണെങ്കിൽ റബ്ബറും അതിൻ്റെ ഇടയിൽ ഇടവിളകളും കൃഷി ചെയ്ത് ഇവിടെ സന്തോഷമായി ജീവിക്കുന്ന ക്രിസ്ത്യാനികൾ അവർ ദേശീയവാദികൾ തന്നെയാണ്. അവർക്ക് ഈ തിരിച്ചറിവ് ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. അത് കൂടുതൽ ആ തിരിച്ചറിവ് ആ സമൂഹത്തിൽ ഉണ്ടാകുന്നതിനനുസരിച്ച് ഈ മതമേലധ്യക്ഷന്മാരുടെ, അതായത് ഞാൻ എല്ലാവരുടെയും കാര്യം പറയുകയല്ല, ക്രിസ്റ്റോറ്റൻ തിരുമേനിയെ പോലെയും മാർ ഇവാനിയോസ് തിരുമേനിയെ പോലെയും സാത്വികരായിട്ടുള്ള വൈദികരുണ്ടായിരുന്നൊരു സമൂഹമാണ് ക്രിസ്ത്യൻ സമൂഹം. അതിൽ നിന്ന് ഈ ക്ലിഞ്ഞോ പ്ലിഞ്ഞോ ബാവയും ഇപ്പോൾ ഉണ്ടല്ലോ കുറേ കുർലോസും കിർലോസും ഒക്കെ ആയിട്ടുള്ള ബാവമാരും ഒക്കെ വന്ന് ഞങ്ങൾക്ക് ഫോറിനിൽ നിന്ന് ഫണ്ട് വാങ്ങി പുട്ടടിക്കണം, അരിയും പാൽപ്പൊടിയും വിതരണം ചെയ്യണം എന്നുള്ള ക്ലിഞ്ഞോ ബാവമാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ക്രിസ്റ്റോറ്റൻ തിരുമേനിയെ പോലെ മാർ ഇവാനിയോസ് തിരുമേനിയെ പോലെ ഒക്കെയുള്ള സാത്വികന്മാരായിട്ടുള്ള ഒരു എന്താ പറയുക പ്രഭാവന്മാരെന്ന് തന്നെ വിളിക്കാവുന്ന വൈദികർ ഉണ്ടായിട്ടുണ്ട് ഈ സമൂഹത്തിൽ നിന്ന്. അവരുടെ പേരും കൂടി കളയാനായിട്ടുള്ള ഇത്തരം ബാവമാരെയും പാത്രിയാർക്കികളെയും ഒക്കെ ക്രിസ്ത്യൻ സമൂഹം തന്നെ തിരിച്ചറിഞ്ഞ് തള്ളിക്കളയുന്ന അല്ലെങ്കിൽ സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു കാലം വിദൂരമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒരു പള്ളി പണിയണമെങ്കിലും അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്താലും ഇവർ നല്ല രീതിയിൽ പിരിക്കുന്നുണ്ട്. അപ്പം പിന്നെ വിദേശ ഫണ്ടിൻ്റെ ആവശ്യമില്ല. അതോ ഉണ്ടെങ്കിൽ തന്നെ അത് നിയമപരമായിട്ട് സർക്കാർ അനുകൂലിച്ചിട്ടുള്ള രീതിയിൽ, മനസ്സിലാക്കിയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് നല്ലതല്ലേ? സരളമായി പറഞ്ഞാൽ 1 രൂപ പിരിച്ചാൽ അതിൻ്റെ കണക്ക് സർക്കാരിൽ കാണിച്ചിട്ട് പിരിച്ചാൽ മതി, അത് വിനിയോഗിച്ചാൽ മതി. അതെവിടെയാണ് എന്തിനാണ് വിനിയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ. അത്രേ ഉള്ളൂ. താങ്ക് യു സർ. നമസ്കാരം.